പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ബിന്ദു ടീച്ചറാണ്. നമ്മൾ അടുത്തത് 7th ക്വസ്റ്റ്യനാണ് 6th സ്റ്റാൻഡേർഡിലെ. അപ്പം നമ്മുടെ ആരാധ്യക്കുട്ടി ടീച്ചറുടെ ക്ലാസ് കണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആരാധ്യക്കുട്ടിക്ക് ഒരു ഹായ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ വാസ് 1800 rupees ലാസ്റ്റ് മന്ത്. ദ പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10% ദിസ് മന്ത്. The shopkeeper says this price would be increased by 10% next month. What would be the price next month? ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറഞ്ഞേക്കാം. ഒരു ആർട്ടിക്കിളിൻ്റെ വില കഴിഞ്ഞ മാസം 1800 രൂപയാണ്. അപ്പം അതിൻ്റെ വില ഈ മാസം 10% റിഡക്ഷനിലാണ് ഈ മാസം അതിൻ്റെ വില കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 1800 കഴിഞ്ഞ മാസത്തെ വിലയെങ്കിൽ ഈ മാസം 10% റെഡ്യൂസ് ചെയ്ത് ആ ഒരു ആർട്ടിക്കിൾ വിൽക്കുന്നു. ദെൻ ദ ഷോപ്പ് കീപ്പർ സേസ് ദിസ് പ്രൈസ് വുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 10% നെക്സ്റ്റ് മന്ത്. ഇപ്പോൾ ഉള്ള വില എന്താണോ അതിൻ്റെ 10% കൂട്ടിയായിരിക്കും അടുത്ത മാസം വിൽക്കുന്നത് എങ്കിൽ വാട്ട് വുഡ് ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത്? ഓക്കെ, ദ ലാസ്റ്റ് മന്ത് പ്രൈസ് ഈസ് 1800. വെൻ ദ പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10% it become 90%. 10% കുറയ്ക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? 1800-ന് 90%. അപ്പോൾ ദിസ് മന്ത് പ്രൈസ് ഈസ് ഈക്വൽ ടു 1800-ൻ്റെ 90%. അതായത് 1800 ഇൻറ്റു 90/100 കട്ടാക്കി കഴിഞ്ഞാൽ 180 ഇൻറ്റു 9 എത്ര വരും? 1620 റുപ്പീസിനാണ് ഈ മാസം അയാൾ ആ ആർട്ടിക്കിൾ വിറ്റത്. ക്ലിയർ അല്ലേ? ഇനി അയാൾ ആ ഷോപ്പ് കീപ്പർ എന്ത് ഡിസൈഡ് ചെയ്തു? ഇതിൻ്റെ 10% കൂട്ടി വിൽക്കാൻ തീരുമാനിച്ചു. എന്ത്? നെക്സ്റ്റ് മന്ത്. ഓക്കെ, വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ബൈ 10%, അപ്പോൾ എന്തായി മാറി? 100%ൽ നിന്ന് 10 രൂപ കൂട്ടുമ്പോൾ 110% ആയി മാറി. സോ ദ നെക്സ്റ്റ് മന്ത് പ്രൈസ് is equal to 1620 into 110/100. Then രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 162 ഇൻറ്റു 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 1782. 1782 രൂപയ്ക്കാണ് അടുത്ത മാസമുള്ള ആർട്ടിക്കിൾ വിൽക്കുന്നത്. 8th ക്വസ്റ്റ്യൻ. Kannan has 600 rupees. He gave 50% of this to Thomas. Thomas gave 33 1/3% of what he got to Hamza. How much did Hamza get? കണ്ണൻ്റെ കൈവശം 600 രൂപയുണ്ടായിരുന്നു. He gave 50% this to Thomas. 60-ൻ്റെ 80% ആർക്ക് കൊടുത്തു? തോമസ്. 50 എന്ന് വെച്ചാൽ ഹാഫ് അല്ലേ? അപ്പോൾ അത് ഏകദേശം തോമസിന് എത്ര രൂപ കൊടുത്തു? 600-ൻ്റെ 50% 300 രൂപ തോമസിന് കൊടുത്തു. അപ്പോൾ തോമസ് എന്ത് ചെയ്തു? തോമസ് ഗേവ് 33 1/3% ഓഫ് വാട്ട് ഹീ ഗോട്ട് ടു ഹംസ. അവന് കിട്ടിയത് എത്ര രൂപയാണോ അതിൻ്റെ 33 1/3% ആർക്ക് കൊടുത്തു? ഹംസയ്ക്ക് കൊടുത്തു എങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹംസ ഗെറ്റ്? ഹംസയ്ക്ക് എത്ര കിട്ടി? മണി കണ്ണൻ ഗേവ് ടു തോമസ് ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു 50/100 അല്ലേ? 600-ൻ്റെ 50% നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 300. അല്ലെങ്കിൽ ഹാഫാന്ന് ഓർത്ത് എഴുതിയാലും മതി കേട്ടോ. ദെൻ മണി തോമസ് ഗേവ് ടു ഹംസ ഈസ് ഈക്വൽ ടു 33 1/3% ഓഫ് 300 അല്ലേ? അവന് കൊടുത്ത 300-ൻ്റെ 33 1/3% ആണ് ഹംസയ്ക്ക് കൊടുത്തത്. അപ്പോൾ ഹംസയ്ക്ക് കിട്ടിയ മണി എന്ന് പറയുന്നത് 300 ഇൻറ്റു ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാലും 99 + 1 എന്തോരും 100/3% മീൻസ് 100 കൊടുക്കണമല്ലോ. 1/100 കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ 100 കൊടുത്താലും മതി കേട്ടോ. ഇൻറ്റു 1/100 കൊടുക്കണ്ട, ഇവിടെ 100 കൊടുത്താലും മതി. ഈ 2 100 തമ്മിൽ കട്ടായി പോവും. ബാക്കി എത്രയുണ്ട്? 300/3 എത്ര? 100. അപ്പോൾ ഹംസയ്ക്ക് കിട്ടിയ രൂപ എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. ഓക്കെ, പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഹൗ മച്ച് ഓഫ് 100 എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചിരുന്നോടെ. ഇവിടെ നോക്കുക. ഓൾ ചിൽഡ്രൻ ഇൻ ക്ലാസ് 7 പാസ്ഡ് ദ മാത്സ് എക്സാം. ഡീറ്റെയിൽസ് ഓഫ് ഗ്രേഡ്സ് ആർ ഗിവൺ ബിലോ.
എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ പേഴ്സൻറ്റേജ് മാത്രം കൊടുത്തിട്ടുണ്ട്, 40% ആണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇവിടെ കൊടുത്തിട്ടില്ല. ബി ഗ്രേഡ് കിട്ടിയ കുട്ടികൾ 30%, സി ഗ്രേഡ് കിട്ടിയത് 25%, ഡി ഗ്രേഡ് കിട്ടിയവരുടെ പേഴ്സൻറ്റേജ് ഇല്ല, പക്ഷേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കുക, ഇത് പേഴ്സൻറ്റേജ് ഫുള്ളായിട്ട് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 വരണമല്ലോ. അപ്പോൾ 40, 30, 70, 70, 5, 75, 95 അല്ലേ. ടോട്ടൽ നമുക്ക് ഇത്രയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇത്രയും ആഡ് ചെയ്തപ്പോൾ 95 കിട്ടിയെങ്കിൽ ബാക്കി ഇത് എത്രയും കൂടെ വരും? ഇത് 5% വരുള്ളൂ, ശരിയല്ലേ? അപ്പം ഏതോ സംഖ്യയുടെ 5%, ടോട്ടൽ നമ്പർ ഓഫ് സംഖ്യയുടെ 5% ആണ് എന്തെന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്? 9, ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നതിന് ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ 5% ഇവിടെ എഴുതാമേ, നമ്പർ ഇൻറ്റു, ഒരു മിനിറ്റ്, ഒരു പേപ്പറിൽ എഴുതാം. അപ്പോൾ ടോട്ടൽ മാർക്ക് ഇൻറ്റു 5% ആണ് എന്ത്? 9 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് അറിഞ്ഞു. ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. ടോട്ടൽ മാർക്ക് ഈക്വൽ ടു 9 ഇൻറ്റു 100/5 എന്ന് എഴുതിയാൽ പോരെ. ഇത് നേരെ തിരിച്ചിട്ടാൽ മതിയാവും. അതായത് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാനുള്ള 100 മുകളിലാക്കി എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 900 ഡിവൈഡഡ് ബൈ 5. 900 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? ആൻസർ ഈസ് 180, 180. ആകെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, എ ഗ്രേഡ് കിട്ടിയത് 40%. എത്രയുടെ 40% എന്നാൽ ഇപ്പം നമുക്ക് മനസ്സിലായി 180. അപ്പോൾ ഇത് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 180ൻ്റെ 40% കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ദാറ്റ് ഈസ് 40/100. കട്ട് ചെയ്യുമ്പോൾ 18 ഇൻറ്റു 4 72. 72, 180 കുട്ടികളിൽ 72 കുട്ടികൾക്കാണ് എന്ത് കിട്ടിയത്? എ ഗ്രേഡ് കിട്ടിയത്. അടുത്തതോ 180 ഇൻറ്റു 30/100. അപ്പോഴും സീറോസ് കട്ട് ആക്കി കഴിഞ്ഞാൽ 18 × 3 54. 54 കുട്ടികൾക്ക് ബി ഗ്രേഡ് കിട്ടി. അടുത്തത് 180ൻ്റെ 25% മാത്രമാണ് സി ഗ്രേഡ് കിട്ടിയത്. അപ്പം കട്ട് ചെയ്തപ്പോൾ ഇത് 4 വരും. 180/4 എന്ന് പറയുമ്പോൾ 45 കുട്ടികൾ. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയത് 72 കുട്ടികൾ, ബി ഗ്രേഡ് കിട്ടിയത് 54 കുട്ടികൾ, സി ഗ്രേഡ് കിട്ടിയത് 45 കുട്ടികൾ, ഡി ഗ്രേഡ് കിട്ടിയത് 9 കുട്ടികൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എളുപ്പമുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാഠം പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറുടെ അടുത്ത് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.